വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ വെറൈറ്റി ഇങ്ങനെ ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് എന്താ പറയാ, പല പാറ്റേൺസും നമ്മൾ ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓണത്തിന്റെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം സ്ലിറ്റിലാണ് കുറച്ചിപ്പം ചെയ്തേക്കണേ. ഇത് നല്ല, ഞാൻ വിചാരിച്ചു പഫ് ഇങ്ങനെ എൽബോ സ്ലീവ് ഒക്കെ വായിച്ചു വരുമ്പോൾ ഞാൻ വേണ്ട, പഫ് റിമൂവ് ചെയ്ത് നോർമൽ സ്ലീവ് ഒക്കെ ആക്കാൻ പറഞ്ഞതാ. പക്ഷെ ഇട്ട് വന്നപ്പോൾ നല്ല ഭംഗി എനിക്ക് തോന്നി. എന്നാ വെച്ചാൽ എനിക്ക് ചേരൂല എന്ന് ഞാൻ വിചാരിച്ചത്. എന്ന് വെച്ചാൽ എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോ അത് റിമൂവ് ചെയ്യാതെ തന്നെ കാണിച്ചത്. ഇതുപോലെ ഇത് നല്ല ഭംഗി, ശരിക്കും ഒരു ആന്റി കളർ എന്ന് പറയില്ലേ, ഗോൾഡന്റെ ശരിക്കും ആ ഗോൾഡൻ കളർ മിക്സ് ആയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മെറ്റീരിയൽ ഭയങ്കര ഭംഗിയായിട്ടോ. ഇതും ഒരു ടിഷ്യൂ സിലിക്കിന്റെ തന്നെ ഒരു ഫാബ്രിക് ആണ്. കുറച്ചും കൂടെ ഇരുണ്ടൊരു ഗോൾഡൻ കളർ വന്നപ്പം ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്ക്. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് തന്നെ അതിന് സിമിലർ ആയിട്ടുള്ള യോക്കിലേക്ക് ചെറിയ ബീഡ്സാ കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു നെക്ക് പാറ്റേൺ, ചെറിയൊരു സ്കാറ്ററിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സിന്റെ. കണ്ടോ, അടിപൊളിയാട്ടോ. നമുക്ക് എന്തോ ഇടുമ്പോൾ നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പാറ്റേൺ വേണമെങ്കിൽ മാറ്റാന്ന് വിചാരിച്ചാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പൊ സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ്. താഴെ നമ്മൾ ഇതുപോലെ ക്രേപ്പ് ലൈനിങ്ങോ കോട്ടൺ ലൈനിങ്ങോ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഒന്നും കൂടെ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. ഈ മെറ്റീരിയൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓരോ പാറ്റേൺസും ഇങ്ങനെ നല്ല എന്താ പറയാ വെറൈറ്റി ആയിട്ട് കിട്ടുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ഇതുപോലെ ചെറിയൊരു പിങ്കിന്റെയും ഗോൾഡനും കൂടെ മിക്സ് ആയിട്ട് ഒരു കട്ട് ബീഡ്സാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇതാണ് അതിന്റെ ടെക്സ്ചർ വരുന്നത്. അപ്പം എൽബോ സ്ലീവ് വരെയാണ്. അപ്പൊ എല്ലാവരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമുക്ക് ഈ പഫ് മാച്ച് ആവില്ല എന്ന് വിചാരിക്കും. പക്ഷെ പഫ് എല്ലാവർക്കും മാച്ച് ആവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ്. നല്ല വെറൈറ്റി ആയിട്ട് നല്ല, നമുക്ക് ഞാൻ പറയും വീണ്ടും പറയണ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ നമുക്ക് റേറ്റ് വരുന്നത് 2990 പ്ലസ് ഷിപ്പിംഗ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഹെവി ഹാൻഡ് വർക്കും ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ലിമിറ്റഡ് മെറ്റീരിയൽസേ ഉള്ളൂ. അതും റെഡി ആക്കിയിരിക്കുന്ന കുറച്ച് പീസുകൾ ആണ്. നമ്മൾ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് ടിഷ്യൂ സിൽക്കിലുള്ള ഒരു ഫാബ്രിക് ആണ് കൊണ്ടുവന്നേക്കണേ. അപ്പം സ്ലിറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സ്ലിറ്റ് ചെയ്തിട്ടില്ല. എപ്പം എയർലൈൻസ് ചെയ്യുന്നതുകൊണ്ട് ഇത് നല്ല അടിപൊളിയായിട്ട്, ഇതും കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മൾ ടിഷ്യൂ സിൽക്കിലോട്ട് ഇത് ഈ യോക്കിലോട്ട്, അതായത് ഫ്രണ്ട് പോർഷൻ മാത്രം ഇതേപോലെ ടിഷ്യൂലോട്ട് നല്ലൊരു ഇത് സീക്വൻസും ഒരു വർക്കും ആണ്. ചെറിയൊരു ഹാൻഡ് വർക്ക് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. സീക്വൻസും ചെറിയൊരു വർക്കും ആണ് ഈ പോയേക്കുന്നത് ഓൾ ഓവർ. അതും ഒരു 3-4 കളേഴ്സിലോട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് സ്ലീവിന്റെ എൻഡ് വരെ. എന്നിട്ട് വെറൈറ്റി ആയിട്ട് നമ്മളൊരു പഫ് സ്ലീവും അതിന്റെ എൻഡിൽ ഒരു ബോർഡറുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെന്താ, ലെങ്ത് 47 ആണ് വരുന്നത്. അപ്പൊ വിത്തൗട്ട് ബോട്ടം ആണ്, ടോപ്പ് ഓൺലി ആണ്. ഇതുപോലെ ബോട്ടനൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഈ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിന്റെ യെല്ലോ, ബ്ലൂ അങ്ങനെ കളേഴ്സിലോട്ട് ഈ ഒരു കാണുന്ന വർക്കാണ്. കണ്ടോ, ഇതുപോലെ ഓരോ സീക്വൻസും വർക്കും ആയിട്ടാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഒരു പീസ് റെഡി ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാത്തത്. അപ്പൊ ചുമ്മാ ഒരു ലൈൻസ് പോലെയല്ല, അത് വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലെയാണ് എന്താ പറയാ. അപ്പൊ ലെങ്ത് 47 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് അതിന്റെ ഡീറ്റെയിൽ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഈ ടിഷ്യൂ ഫാബ്രിക് തന്നെ ബാക്ക് സൈഡ് പ്ലെയിനിലോട്ടാണ് വരുന്നത്. ടിഷ്യൂ സിൽക്ക് ആണ്, പ്ലെയിൻ ടിഷ്യൂ സിൽക്ക് ക്രീമിലോട്ട്. ഓക്കെ.